വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാമുവേൽ ജനത്തെ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതു മുതൽ പല രാജാക്കന്മാരുടെ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ടും നിങ്ങളെല്ലാം കർത്താവിൽ നിന്ന് അകന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അവരോട് ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ടു. ബെഞ്ചമിൻ ഗോത്രത്തിന് കുറി വീണു. ബെഞ്ചമിൻ ഗോത്രത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ച് കുറിയിട്ടു. മത്രി കുടുംബത്തിന് കുറി വീണു. മത്രി കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ച് കുറിയിട്ടു. സാവൂളിന് കുറി വീണു. സാമുവേൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെപ്പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു. 1 സാമുവേൽ 10-ാം അധ്യായം 24-ാം തിരുവചനം. 1 മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബേഷ്ലിയാദ് ആക്രമിച്ചു. കോപാക്രാന്തനായ സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3 ലക്ഷം പേരെയും യൂദയായിൽ നിന്ന് 30,000 പേരെയും ബെസേക്കിൽ ഒരുമിച്ച് കൂട്ടി. സാവൂൾ തൻ്റെ ജനത്തെ 3 വിഭാഗമായി തിരിച്ചു. ശത്രുപാളയത്തിലേക്ക് അവർ ഇരച്ചു കയറി അമ്മോന്യരെ സംഹരിച്ചു. അതിനുശേഷം സാമുവേലിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം ഗിൽഗാലിൽ വെച്ച് സാവൂളിനെ ഒരിക്കൽ കൂടി രാജാവായി പ്രഖ്യാപിച്ചു. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചു. സാവൂളും ഇസ്രായേൽ ജനവും സാഘോഷം ഉല്ലസിച്ചു. പ്രായാധിക്യം മൂലം സാമുവേൽ ഇസ്രായേൽ ജനത്തിൽ നിന്നും പിന്മാറാറായി എന്ന് മനസ്സിലാക്കി തൻ്റെ അന്തിമോപദേശമായി അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും. 1 സാമുവേൽ 12-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. സാവൂൾ 30 വയസ്സ് മുതൽ 42 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.